സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. കാസർകോട്ടെ റിയാസ് മൗലവിയുടെ വധക്കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടതിനെ തുടർന്നുണ്ടായ വിവാദം ഇപ്പോൾ ആളി പുകയുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള വീഴ്ചയാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടാവാൻ കാരണമെന്ന വിമർശനം രാഷ്ട്രീയമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം വിളിച്ച് അതിലേതെങ്കിലും തരത്തിലുള്ള പിഴ ഉണ്ടായിട്ടില്ല, സർക്കാർ കർക്കശമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് 7 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും പ്രതികൾക്ക് ജാമ്യം പോലും കിട്ടാത്തത്. ഈ വിധി മറ്റെല്ലാവരെയും പോലെ സമൂഹത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണെന്നും കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനാവശ്യമായ പ്രതിജ്ഞാബദ്ധമായ നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതേസമയം ഗൂഢാലോചന അന്വേഷിക്കണമെന്ന കാര്യം പരിഗണിക്കപ്പെട്ടില്ല എന്ന് ഇദ്ദേഹത്തിൻ്റെ റിയാസ് മൗലവിയുടെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നു. UAPA എന്തുകൊണ്ട് ചുമത്തിയില്ല ഇത്ര ഗുരുതരമുള്ള സ്വഭാവമുള്ള ഒരു സംഗതിയിലെന്ന് എന്ന ചോദ്യം ഉന്നയിക്കുന്നു. അതേസമയം സർക്കാരിൻ്റെ നയപരമായ പ്രശ്നമാണ് UAPAയുടെ കാര്യത്തിലുള്ളത്, ഇടാൻ പാടില്ല എന്നത് മുഖ്യമന്ത്രി തിരിച്ചും ചോദിക്കുന്നുണ്ട്. ഈ UAPA വേണമെന്നാവശ്യപ്പെടുന്നവർ ആ വകുപ്പിനോട് യോജിക്കുന്നുണ്ടോ എന്ന്. അല്ല, പലതരത്തിൽ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ വളരെ സജീവമായി നിൽക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വിചാരിക്കുകയാണ്. ആദ്യം ദിവസം ഇതിനകത്ത് അപ്രതീക്ഷിതമായൊരു വിധിയാണ് ഇതിലുണ്ടായിരിക്കുന്നതെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. വിമർശിക്കുന്നവർ പോലും ഈ വിധിയുടെ റീസണിങ്സ് ആൻഡ് ഫൈൻഡിങ്ങിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പലേറ്റ് കോടതിയിൽ പോകാൻ നിൽക്കവേ ആ വിധിയിലേക്ക് നയിച്ച ചില പിഴവുകളുണ്ട് എന്ന് കേവലമായ രാഷ്ട്രീയ താല്പര്യം വെച്ച് ആരോപിക്കാൻ പാടില്ല. അത് അടുത്ത കോടതിയിൽ അത് പരിഗണിക്കപ്പെട്ടതിൻ്റെ മെറിറ്റിനെ അട്ടിമറിക്കും. അതുകൊണ്ട് ഈ വിധിയിലാണ് ഊന്നേണ്ടത് എന്ന നിരീക്ഷണത്തെ, വിമർശനത്തെ എങ്ങനെ എടുക്കുന്നു? അല്ല നിഷാദ്, ഈ കേസിൽ ഇപ്പോൾ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായിട്ട് വളരെയാണല്ലോ നിഷാദ് പറഞ്ഞ പോലെ. അപ്പോൾ മുഖ്യമന്ത്രി സാധാരണഗതിയിൽ ഒരു വിഷയം ഉണ്ടായാൽ പ്രതികരിക്കാൻ എത്ര സമയം എടുക്കാറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. വളരെ സമയമെടുത്തിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടെങ്കിൽ തന്നെ പ്രതികരിക്കാറ്. ഇന്ന് വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രി ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്ത് അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായ ഒരു ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ഗൗരവം അത്രയ്ക്ക് വലുതാണെന്നുള്ളതാണ്. ഈ ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതായിരുന്നു CPM നേതൃത്വത്തിൻ്റെ ആണെങ്കിലും പിണറായി വിജയനാണ് ഏറ്റവും വലിയ പരാജയം. 2 ദിവസം മുമ്പ് ഈ വിധി വന്ന ദിവസം ഗോവിന്ദൻ മാഷോട് ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അത് ഒന്നുകൂടെ നിഷാദിന് എടുത്ത് നോക്കൂ. ആ ചോദ്യത്തോട് എന്തുമാത്രം പുച്ഛത്തോടു കൂടിയാണ് ഗോവിന്ദൻ മാഷ് പ്രതികരിക്കുന്നത് അറിയാം. കാരണം ഒരു ജനത മുഴുവൻ മുറിവേറ്റ് നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് പോലും മനസ്സിലാക്കാതെ ഈ വിധിയെക്കുറിച്ച് ചോദ്യത്തോട് തികഞ്ഞ ധാർഷ്ട്യത്തോടെ പരമ പുച്ഛത്തോടെയാണ് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലായി, ഇത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും സമയമെടുത്ത് അത് വിശദീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് വസ്തുതകളുണ്ട്. എന്ന് വെച്ചാൽ ഈ കേസ് പോലീസ് ഈ പ്രതികൾക്ക് ഇത്രയും കാലം ജാമ്യം കിട്ടാതെ അകത്ത് തന്നെ അവർ കിടത്തുന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ ശ്രദ്ധയുണ്ടായിട്ടുണ്ട്. അങ്ങേയറ്റം അലസമായി, അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് പറയാൻ പറ്റില്ല. അങ്ങനെ അല്ല. പക്ഷേ അതേസമയം അതിൽ ഈ പറയുന്ന കൺസ്പിറസി പാർട്ട് അതിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല തുടക്കം മുതൽ അത് ഉന്നയിക്കപ്പെടുന്നുണ്ട്. എനിക്ക് നമ്മുടെ ഈ ഔട്ട് ഓഫ് ഫോക്കസ് അത് ചർച്ചയായിട്ടുണ്ട്. പക്ഷേ അതിനോട് അലസമായ സമീപനം അല്ലെങ്കിൽ നിഷേധാത്മക സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ നവീൻ കുമാർ കട്ടീൽ എന്ന് പറയുന്ന BJP മംഗലാപുരത്തുള്ള BJP നേതാവ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കാസർഗോഡ് സംഘപരിവാർ എന്ന് പറഞ്ഞാൽ സംഘടനാപരമായിട്ട് തന്നെ കേരളത്തിൻ്റെ ഭാഗമല്ല. അവർ മംഗലാപുരം ഖണ്ഡ് എന്ന് പറയാം, മംഗലാപുരം ഖണ്ഡിൻ്റെ ഭാഗമായിട്ടാണ് അവർ നിൽക്കുന്നത്. അവിടുത്തെ എല്ലാ ഓപ്പറേഷൻസും മംഗലാപുരം കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. അപ്പോൾ മംഗലാപുരത്തുള്ള ഈ നേതാവ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. തൊട്ടടുത്ത ആഴ്ച പ്രസംഗിക്കുക എന്താണ്, നേരത്തെ കൊല്ലപ്പെട്ട അഡ്വക്കേറ്റ് സുഹാസ് എന്ന് പറഞ്ഞൊരു RSS പ്രവർത്തകനുണ്ടായിരുന്നു. അപ്പോൾ സുഹാസിനോട് നീതി ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്ന കാര്യം ഈ കാര്യകർത്താക്കളെയും മിത്രങ്ങളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം പ്രകോപനപരമായ രീതിയിൽ ഈ പറയുന്ന കക്ഷി തൊട്ട് മുമ്പത്തെ ആഴ്ച അവിടെ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ കൊലപാതകം അവിടെ നടക്കുന്നത്. പക്ഷേ CPM പെടാൻ പോകുന്ന ഇതിലൊന്നുമല്ല. ഇതിപ്പോൾ ഈ കേസ് സർക്കാർ, പ്രോസിക്യൂഷൻ എല്ലാം പക്ക വേണ്ട രീതിയിൽ എല്ലാം പഴുതടച്ച് ചെയ്തു എന്ന് തന്നെ വെക്കുക. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പ്രതികൾ കൂളായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ്റെ സാഹചര്യത്തിൽ അത് പ്രോസിക്യൂഷൻ്റെ പരാജയമാണോ ജഡ്ജിൻ്റെ കുഴപ്പമാണോ എന്നൊന്നും വേർതിരിച്ച് അങ്ങനെയൊന്നുമല്ല കാണും. ഒരു രാഷ്ട്രീയ പ്രചാരണം അങ്ങ് നടക്കും എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഭരിക്കും ആർ എസ് കാരും മനുഷ്യന്മാരെ കയറി കൊന്നാലും വേണ്ടിയില്ല, അവർക്ക് സുഖമായിട്ട് പുറത്തിറങ്ങാൻ പറ്റും എന്ന് പ്രതിപക്ഷത്തിന്
കണ്ണടച്ച് പ്രചരിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു വിമർശനം ഉന്നയിക്കാൻ പറ്റും. ആ വിമർശനം സബ്സ്ക്രൈബ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ആ വിമർശനം സ്വീകരിക്കാൻ ആ വിമർശനം ഫലവത്താവും. എന്തുകൊണ്ടാണ് ഫലവത്താവെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ 5 വർഷത്തെ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള സംഭവങ്ങൾ എടുക്കുക. ഇത്തരം കേസുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട കേസുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട കേസുകളുടെ കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം, ഇതുവരെയുള്ള ആ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയിൽ സ്വാഭാവികമായി സംഭവിച്ചത് മാത്രമാണ് റിയാസ് മൗലവി വധക്കേസിലും സംഭവിച്ചതെന്ന് എളുപ്പത്തിൽ സ്ഥാപിക്കാൻ ആർക്കും സാധിക്കും. 2016 മെയ് മാസത്തിലാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത്. 2016 നവംബറിലാണ് കൊടിഞ്ഞി ഫൈസൽ കൊല്ലപ്പെടുന്നത്. ആലോചിച്ച് നോക്കുക, കൊടിഞ്ഞി ഫൈസൽ എന്തിൻ്റെ പേരിലാണ് കൊല്ലപ്പെട്ടത്? ഒരു സാധാരണ കേസിൽ പോലും പ്രതിയായിട്ടില്ലാത്ത ഫൈസൽ, ഒരൊറ്റ കാരണം, മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ആ ചെറുപ്പക്കാരൻ, അവൻ ഇസ്ലാം സ്വീകരിച്ചു, സ്വമേധയാ ഇസ്ലാം സ്വീകരിച്ചു. RSSകാർ തീരുമാനിച്ചു അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കേണ്ടതില്ല. റെയിൽവേ സ്റ്റേഷനിൽ അച്ഛനെ കൂട്ടാൻ പോകുന്ന ദിവസം അദ്ദേഹം സഞ്ചരിച്ച ഓട്ടോ തടഞ്ഞു നിർത്തി കൊല്ലുകയാണ്. പിന്നെ എന്താ സംഭവിക്കുന്നത് നിഷാ ശ്രദ്ധിക്കണം. അവിടെ പ്രതികളെ പിടിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നില്ല. അവസാനം നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി ഹൈവേ ഉപരോധിച്ചു. കക്കാട് ജംഗ്ഷൻ ഉപരോധിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു ഹൈവേ ജംഗ്ഷനില്ല. അപ്പോൾ CPM സടകുടം ചെയ്ത് നിൽക്കുകയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട CPM നേതാവ് പ്രസ്താവനയായി രംഗത്തിറങ്ങുകയാണ്, ഇങ്ങനെ സമരം ചെയ്താൽ അത് വർഗീയതയാണ്, അത് വർഗീയതക്ക് മുതൽക്കൂട്ടാക്കുന്നതാണ് ഇത്തരം സമരങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2-3 ആഴ്ച മുമ്പ് ഒരു ചെറുപ്പക്കാരനെ RSSകാർ കൊന്നപ്പോൾ ഇങ്ങനൊരു പ്രസ്താവന ഇറക്കാൻ CPMന് തോന്നിയില്ല. അങ്ങനെ പ്രസ്താവനയില്ല, ഒന്നുമില്ല, പ്രതികളെ പിടിക്കുന്നില്ല. അവസാനം നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നു, ഹൈവേ ഉപരോധിക്കുന്നു. അതിനുശേഷമാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്, RSSകാർ പിടിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു പ്രതി നേരത്തെ ഇതേമാതിരിയുള്ള ഒരു കൊലക്കേസിൽ 1ാം പ്രതിയായിട്ടുള്ള ആളാണ്, മഠത്തിൽ നാരായണൻ എന്ന് പറയുന്ന ആൾ. എന്നതിന് ശേഷം ഇവരെ പിടിക്കുന്നു. പക്ഷേ ആഴ്ചകൾക്കുള്ളിൽ ഇവർക്ക് ജാമ്യം കിട്ടുന്നു. നോക്കണം, 2016 നവംബറിൽ. 2017 മാർച്ച് ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? റിയാസ് മൗലവി കൊല്ലപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് റിയാസ് മൗലവി കൊല്ലപ്പെടുന്നത്? 3 മാസം മുമ്പാണ് സമാനമായ രീതിയിൽ കൊടിഞ്ഞി ഫൈസൽ കൊല്ലപ്പെടുന്നത്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലെന്നേ. നമ്മുടെ ആളുകൾ 2 ആഴ്ച ജയിലിൽ കിടക്കുന്നു, പുറത്തിറങ്ങുന്നു. അപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ആദ്യ മാസങ്ങളിൽ തന്നെ സംഭവിക്കുന്നത് എന്താണ്? 2 പ്രമാദമായ കൊലപാതകങ്ങൾ നടക്കുകയാണ്. പിന്നെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ, ഈ പറയുന്ന ഹെയ്റ്റ് മോങ്കേഴ്സ്, അവർ ഈ സൈബർ ഇടത്തിൽ വന്ന് വിലസുകയാണ്. നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ്. അതിൽ കേരളത്തിൽ ഏറ്റവും കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ഹെയ്റ്റ് മോങ്കർ, ദ അബ്സല്യൂട്ട് ഹെയ്റ്റ് മോങ്കർ എന്ന് പറയാവുന്ന ഒരാൾ, ഹിന്ദു പാർലമെൻറ്റ് നേതാവ് CP സുഗതൻ എന്ന് പറയുന്ന അയാൾ എന്താണ് ഭരണകൂടം ചെയ്തത്? അയാൾക്കെതിരെ ഒരു കേസ് എടുത്തിട്ടില്ല. അയാളെ പിടിച്ചിട്ട് നവോത്ഥാന സമിതിയുടെ കാര്യദർശിയാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അയാൾ ഖലീഫ ഉമറാണെന്ന് പറഞ്ഞിട്ട് അയാളെ ന്യായീകരിക്കുക. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഷാൻ കൊല്ലപ്പെടുന്നു. SDP-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷാൻ ഒരു ദിവസം വൈകുന്നേരം കൊല്ലപ്പെടുന്നു. പിറ്റേ ദിവസം രാവിലെ BJP-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഷാൻ്റെ കൊലക്കേസിൽ കുറ്റപത്രം പോലും സമർപ്പിക്കുന്നില്ല. രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു, വിധിയാവുന്നു. അതിൽ ഗൂഢാലോചനയിൽപ്പെട്ട ആളുകൾക്ക് വരെ വധശിക്ഷ ലഭിക്കുന്നു. നമ്മുടെ ജുഡീഷ്യൽ ഹിസ്റ്ററിയിലെ അത്യപൂർവമായിട്ടുള്ള സംഭവം, ജുഡീഷ്യൽ എക്സസ് എന്ന് നിശ്ചയമായും പറയാവുന്നൊരു കാര്യമാണത്. അപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ കുറിപ്പ് വരികയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഈ കേസിൽ സമർത്ഥമായി ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥർ, പ്രോസിക്യൂഷൻ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ കുറിപ്പ് വരികയാണ്. ഇവിടെ റിയാസ്, അവിടെ നോക്കൂ, ആ ഗൂഢാലോചനയിൽ പ്രതികളായുള്ള ആളുകൾക്ക് വരെ വധശിക്ഷ. ഇവിടെ റിയാസ് മൗലവിയുടെ കേസിൽ എന്താണ് വരുന്നത്? കൃത്യത്തിൽ ഇടപെട്ട ആളുകൾ വരെ, നേരിട്ട് ഇടപെട്ട ആളുകൾ വരെ കുറ്റവിമുക്തരാക്കപ്പെടുന്നു. അപ്പോൾ പോലീസിൻ്റെ പ്രസ്താവന എന്താണ് വരുന്നത്? മിണ്ടിപ്പോകരുത്, ആ കേസിനെ കുറിച്ച് മിണ്ടിപ്പോകരുത്, മിണ്ടിയാൽ പിടിക്കുന്നു മാത്രമല്ല, ഇത് 307 എന്തെല്ലാം വകുപ്പുകളാണുള്ളത് അതെല്ലാം വിട്ട് ഈ കേസിനെ വിമർശിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. ഈ ഒരു തുടർച്ചയുണ്ട്.
ഇപ്പോൾ സി എക്കെതിരെ വലിയ വായിൽ സംസാരിക്കുക, സി എക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുക, അപ്പോൾ സി എക്കെതിരെ സമരം ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കുക, ഫലസ്തീനെക്കുറിച്ച് സംസാരിക്കുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്താണ് ഒറ്റയാൾ സലീം എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടായാലും സമരം ചെയ്യുന്ന ഒരാളാണ്, പ്ലക്കാർഡും പിടിച്ചിട്ട് റോട്ടിലൂടെ നടക്കും. ഈ ഫലസ്തീൻ ഇഷ്യൂ ഉണ്ടായപ്പോൾ പുള്ളി അതേമാതിരി നടന്നു, അദ്ദേഹത്തിനെതിരെ 153 ഇട്ടു. കോഴിക്കോട് സ്റ്റാർബക്സിന് മുമ്പിൽ പോസ്റ്റർ ഒട്ടിച്ചു വിദ്യാർത്ഥികൾ പോയിട്ട് ഈ ഫലസ്തീൻ പ്രശ്നം ഉണ്ടായപ്പോൾ ആ വിദ്യാർത്ഥികൾ ഇങ്ങനെ 153 ഇടുന്നു. ഇങ്ങനെ നിരന്തരം രാഷ്ട്രീയം സംസാരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ ഈ 153 അടിക്കുക ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരന്തരം നിർവിഘ്നം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത്. മറുവശത്ത് ഈ പറയുന്ന ഈ സംഘി ഹെയ്റ്റ് മോങ്കേഴ്സ് അവരിങ്ങനെ വിലസുന്നു മാത്രമല്ല അവർക്ക് ഉന്നത സ്ഥാനങ്ങൾ നൽകി അവർ പരിഗണിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പരമ്പരയുടെ അവസാനത്തെ കണ്ണിയിലാണ് ഇത് സംഭവിക്കുന്നത്. റിയാസ് മൗലവിയുടെ ഈ പ്രതികൾ രക്ഷപ്പെട്ടു വന്നത്. അപ്പോൾ അത് അത്ര നിസ്സാരമായിട്ട് എടുക്കില്ല. അപ്പോൾ സ്ഥിരം നമ്മൾ എന്താണ് ഈ അടിമ ടീംസ് എന്ന് പറയുന്ന എന്താണ് പുതിയൊരു അടിമ വംശം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. അതിൻ്റെ നേതാവാണ് സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെ ഇപ്പോൾ കാസർഗോഡ് നിന്ന് പുതിയൊരു വക്കീലിനെ ഇറക്കി ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തതുകൊണ്ട് ഇത് പരിഹാസ്യമാവുകയുള്ളൂ. ഇതിൽ കോർ എന്താണ്? ഈ കോർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള ഒരു പോലീസാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് CPMൻ്റെ നയമാണോ CPMൻ്റെ രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. CPM അങ്ങനത്തെ പാർട്ടിയല്ല, അതവൻ്റെ രാഷ്ട്രീയ നയമല്ല. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രിക്ക് കീഴിൽ ഇങ്ങനെയാണ് 2016 മെയ് മുതൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഭവ പരമ്പരകൾക്കൊടുവിൽ നടന്ന ഒരു കാര്യമാണ് ഈ കോടതി വിധി എന്ന് പറയുന്നത്. ഈ കോടതി വിധി പിണറായി വിജയൻ്റെ ഒരു ഭരണപരാജയമൊന്നും ആയിരിക്കില്ല, പക്ഷേ അതങ്ങനെയായിട്ട് ആളുകൾക്ക് വ്യാഖ്യാനിക്കുവാൻ ആ നിലക്ക് തെരഞ്ഞെടുപ്പിൽ അത് പ്രചരിപ്പിക്കപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ്. അതിൻ്റെ ഉത്തരവാദി പിണറായി വിജയൻ മാത്രമായിരിക്കും. ജിംസ്, ഇപ്പോൾ ഇതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇങ്ങനൊരു വിധി വരുന്നത്. സർക്കാരാവട്ടെ മതനിരപേക്ഷതയെക്കുറിച്ച് ന്യൂനപക്ഷ സംരക്ഷണത്തെക്കുറിച്ചൊക്കെ സവിശേഷമായി സംസാരിക്കുന്ന ഒരു സമയമാണ്. അതിന് കംപ്ലീറ്റ് രദ്ദീത് കളയുന്നുണ്ടോ ഈ സംഭവം? ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ മതനിരപേക്ഷത, സെക്യുലറിസം, അതുപോലെ ഫാഷിസ്റ്റ് വിരുദ്ധത ഇതൊക്കെ തത്വത്തിൽ അംഗീകരിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നൊരു പാർട്ടിയാണ് CPM. അതിലാർക്കെങ്കിലും അവർക്ക് വീഴ്ചകളൊക്കെ ഉണ്ടാവും, വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടാവും. പോലീസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പിണറായി വിജയന് ആഭ്യന്തര വകുപ്പിൽ ഒരു റോളുമില്ല എന്നൊരു വിമർശനം അവരുടെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പരസ്യമായും രഹസ്യമായ ആളുകൾ പറയുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ പിണറായി വിജയൻ 2016 അധികാരമേറ്റപ്പോൾ മുതൽ ഉണ്ടായതാണോ പോലീസിൽ RSS സ്വാധീനം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ തന്നെ വേണം അതിനെ കാണാൻ. പ്രവീൺ തൊഗാഡിയ മാറാട് കലാപാനന്തരം കോഴിക്കോട്ട് നടന്ന് വർഗീയ പ്രസംഗം നടത്തി. അന്നിങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. ആ കേസ് പിൻവലിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് പിൻവലിച്ചത്. എന്തുകൊണ്ടായിരിക്കും പിൻവലിച്ചത്? അവരാവശ്യപ്പെട്ടിട്ടുണ്ടാവും. പ്രവീൺ തൊഗാഡിയ നേരെ സർക്കാരിനോട് ആവശ്യപ്പെടും ഈ കേസ് പിൻവലിക്കണം. സർക്കാർ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്ത് പിൻവലിച്ചു കൊടുക്കുന്നു. അങ്ങനെ സംഭവിക്കുമോ? കോൺഗ്രസ് ഒരിക്കുമ്പോൾ എങ്ങനെയാണ് പ്രവീൺ തൊഗാഡിയ വന്ന് നടന്ന വർഗീയ പ്രസംഗത്തിൽ അത് പിൻവലിച്ചു കൊടുക്കുന്നത്? എങ്ങനെയാണ്? ആരാണ് പ്രവീൺ തൊഗാഡിയ? പ്രവീൺ തൊഗാഡിയ ഏതെങ്കിലും സംസ്ഥാനത്തുള്ള MLA അല്ല, ഏതെങ്കിലും സംസ്ഥാനത്തുള്ള MP അല്ല, അദ്ദേഹം ജനപ്രതിനിധിയല്ല, ഒന്നുമല്ല. എങ്ങനെയാണ് പ്രവീൺ തൊഗാഡിയുടെ വർഗീയ പ്രസംഗത്തിൻ്റെ കേസ് പിൻവലിക്കാൻ ഉമ്മൻചാണ്ടി തീരുമാനിക്കുന്നത്? അത് അത്രമാത്രം ശക്തമാണ് നമ്മുടെ സർക്കാരിന് മേലുള്ള ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനം, പ്രത്യേകിച്ചും പോലീസിലും ജുഡീഷ്യറിയിലും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പിണറായി വിജയൻ്റെ കാലത്ത് അത് കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്കാൾ ഇത് കുറേ കൂടി കൂടുതലാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 2016 പിണറായി വിജയൻ അധികാരത്തിലെത്തുമ്പോൾ പോലീസിന് ഒരു ഉപദേശകനെ കൊണ്ടുവന്നു, രമൺ ശ്രീവാസ്തവ. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എന്തുകൊണ്ട് രമൺ ശ്രീവാസ്തവ ഉപദേശകനാക്കിയെന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ഉപദേശമായിരിക്കും പോലീസിന് കൊടുത്തിട്ടുണ്ടാവുക? ഇപ്പോൾ പോലീസ് മന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്ക് എന്ത് ഉപദേശമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? നമുക്കറിയില്ല. ആ ഉപദേശകൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് RTI വെച്ച് ചോദിക്കാൻ പറ്റില്ല. എന്ത് ഉപദേശങ്ങളാണ് അദ്ദേഹം തന്നിട്ടുള്ളത്, അതനുസരിച്ച് എന്ത് പ്രവർത്തനമാണ് പോലീസ് കാഴ്ചവെച്ചതെന്നും നമുക്ക് RTI വെച്ച് ചോദിക്കാൻ പറ്റില്ല. മാധ്യമങ്ങൾക്കത് അന്വേഷിച്ചറിയാനും ഒരു നിവൃത്തിയുമില്ല. അപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ UAPA ചാർത്തിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ നമ്പർ UAPA ചാർത്തിയിട്ടുള്ളത്. ഇന്ന് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ഈ വിഷയം സംസാരിക്കാനല്ല, അദ്ദേഹത്തോട് നമ്മുടെ മുഹമ്മദ് അസ്ലം തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കുടുംബാംഗങ്ങൾ പോലും ആവശ്യപ്പെടുന്നുണ്ടല്ലോ UAPA ചാർത്തായിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി ചിരി ഉണർത്തുന്ന മറുപടിയാണ്. അദ്ദേഹം പറയുന്നത് ഈ UAPA ചാർത്തണമെന്ന് പറയുന്ന ആളുകൾ ഈ UAPA അംഗീകരിക്കുന്നവരാണോ? അത് ആരോടാണ് അദ്ദേഹം ചോദ്യം ചോദിക്കുന്നത്? കോൺഗ്രസ് UAPA എതിർത്തല്ല, കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണ് UAPA. പ്രതിപക്ഷത്തെ അല്ല അവർ ഉദ്ദേശിച്ചത്. പ്രതിപക്ഷം UAPA എതിർക്കുന്നില്ല, പ്രതിപക്ഷം കൊണ്ടുവന്നൊരു നിയമമാണ്.
ഈ UAPA അംഗീകരിക്കാത്തതാരാണ്? അംഗീകരിക്കാത്തത് CPM ആണ്. കേരളത്തിൽ CPM എന്നൊരു പാർട്ടിയാണ് UAPA അംഗീകരിക്കുന്നില്ല, അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ദേശീയ തലത്തിൽ. അപ്പോൾ ഈ UAPA ചാർത്തണമെന്ന് ആവശ്യപ്പെട്ടത് CPM-കാരാണോ? അപ്പോൾ CPM-കാരായതുകൊണ്ടാണോ UAPA ചാർത്തണമെന്ന് ആവശ്യപ്പെടുന്നവർ അത് അംഗീകരിക്കുന്നവരാണോ എന്ന് ചോദിക്കുന്നത്? ആരെക്കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്? അതിൽ ഈ മാധ്യമങ്ങളെക്കുറിച്ചാണ്. മാധ്യമങ്ങൾക്ക് ഒരു നിയമം വേണോ വേണ്ടതെന്ന് പറയാനുള്ള അവകാശമില്ലല്ലോ. അവർ ആ നിയമത്തിൻ്റെ ഡ്രാക്കോണിയൻ സ്വഭാവം ചൂണ്ടിക്കാട്ടുന്നതെന്നല്ലാതെ UAPA പിൻവലിക്കണമെന്ന് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടല്ലോ സർക്കാരുകൾ പിൻവലിക്കുക. അപ്പോൾ അദ്ദേഹത്തോട് തന്നെയാണോ ഈ തിളക്കം സിനിമയിൽ സലീംകുമാർ ചോദിക്കുന്ന പോലെ അളിയനെ തന്നെ നോക്കിയിട്ടാണ് അളിയ എന്ന് വിളിക്കുന്നത് പറയുന്ന പോലെ പിണറായി വിജയനോട് തന്നെയാണോ അത് പറയുന്നത്? UAPA അംഗീകരിക്കുന്നുണ്ടോ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇന്നലെ നിഷാദിൻ്റെ ചർച്ചയിലായിരുന്നു ഷുക്കൂർ വക്കീൽ ഒരു കാര്യം പറഞ്ഞു. ഈ UAPA ചാർത്തുന്നത് മാവോയിസ്റ്റ് സ്വഭാവമുള്ള കേസുകൾക്ക് മാത്രം മതി എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയമെന്ന് പറഞ്ഞത്. മാവോയിസ്റ്റ് സ്വഭാവമുള്ള കേസുകൾക്ക് മാത്രമാണോ സർക്കാർ UAPA ചാർത്തിയത്? ഒന്നാം പിണറായി വിജയൻ സർക്കാർ നമുക്ക് വളരെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് MM അക്ബറിനെതിരെ വിദ്വേഷ പ്രസംഗത്തിലാണ്. വിദ്വേഷ പ്രസംഗത്തിന് ഇവിടെ 153A ഉണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നതെങ്കിൽ ഷംസുദ്ദീൻ പാലത്തിന് ഷുക്കൂർ വക്കീലിന്റെ പരാതിയിലാണ്. അതെ. അപ്പോൾ ഇവർക്കെതിരെ 153A പോരായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് UAPA ചാർത്തിയത്? എന്തുകൊണ്ടാണ് ശശികലയ്ക്കെതിരെ UAPA ചാർത്തണമെന്ന് കേരള പോലീസിന് തോന്നാത്തത്, അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന് തോന്നാഞ്ഞത്? വെള്ളാപ്പള്ളി നടേശനെതിരെ UAPA വേണമെന്ന്, CP സുഗതനെതിരെ UAPA വേണമെന്ന് ഇവർക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിലെ പ്രശ്നം പിണറായി വിജയന് ഒന്നുകിൽ തുറന്നു പറയാം, നമ്മുടെ പോലീസിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, ആ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനമുണ്ട്, സർക്കാരിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം അത് ശക്തമാണ് എന്ന് തുറന്നു പറയാം. അത് തുറന്നു പറയാനുള്ള സത്യസന്ധത പിണറായി വിജയനില്ല. അത് ഒരുപക്ഷെ ഒരു ദൗർബല്യമായി വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിൽ പോലും ജനങ്ങളുടെ മുമ്പിൽ ഓഡിറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ പിണറായി വിജയന് പറയാൻ പറ്റുന്നൊരു കാര്യം അതാണ്. സർക്കാരിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ല പോലീസ് പ്രവർത്തിക്കുന്നത്. സർക്കാരിനോട് കൺസൾട്ട് ചെയ്തിട്ടല്ല അലൻ ഷുഹൈബിനെതിരെ UAPA ചാർത്തിയതെന്ന് പറയാനുള്ള ബൗദ്ധിക സത്യസന്ധത പിണറായി വിജയനില്ല. കാരണം അതേ പിണറായി വിജയൻ തന്നെയാണ് പിറ്റേന്ന് വാർത്താ സമ്മേളനത്തിലും തൊട്ടടുത്ത ദിവസം നിയമസഭയ്ക്കകത്തും ചായ കുടിക്കാൻ പോയതിനല്ലല്ലോ അവരെ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് ആ UAPA പോലും ന്യായീകരിച്ചത്. ഇപ്പോൾ മാവോയിസ്റ്റ് സംഘടനകളുമായി ബന്ധമുള്ള കേസുകളിൽ മാത്രമാണ് UAPA ചാർത്തുക എന്നുള്ള സർക്കാരിൻ്റെ നയമാണെങ്കിൽ എന്താണ് ഈ മാവോയിസ്റ്റ് ബന്ധമെന്ന് നിരവധി കോടതി വിധികളുണ്ട്. സുപ്രീം കോടതി വിധി തന്നെയുണ്ട്. ഒരാൾക്കെതിരെ രാജ്യദ്രോഹത്തിനോ അല്ലെങ്കിൽ UAPA ചാർത്തുന്ന രീതിയിൽ ഒരു കേസെടുക്കണമെങ്കിൽ ഒരു നിരോധിത സംഘടനയുമായിട്ടുള്ള അയാളുടെ അഫിലിയേഷൻ എന്താണെന്ന് തെളിയിക്കണം. ഒന്ന് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയ്ക്ക് എന്ത് മെമ്പർഷിപ്പ് എന്നൊരു ക്വസ്റ്റൻ ഉണ്ടോ? ഒന്ന്. രണ്ട്, മാവോയിസം എന്ന ആശയം പ്രചരിപ്പിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനമോ നിയമവിരുദ്ധ പ്രവർത്തനമോ അല്ലാതെ സുപ്രീം കോടതി വിധികളുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ മാവോയിസ്റ്റ് കേസിൽ അലൻ ഷുഹൈബ് മാവോയിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ള അലൻ ഷുഹൈബ് പറഞ്ഞിട്ടില്ല. അലൻ ഷുഹൈബും ത്വാഹയും അവർ മാവോയിസ്റ്റ് ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർക്ക് ആ സംഘടനയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല അവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് NIA കോടതി ജഡ്ജി പുറപ്പെടുവിച്ചുള്ള വിധിന്യായമുണ്ട്. ആ വിധിന്യായത്തിൽ UAPA ചാർത്തിയതിനെതിരെ അത് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ വിധിന്യായത്തിൽ പറയുന്നത്, സർക്കാരിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ പിണറായി വിജയൻ പറയണം എന്നെ കൊണ്ട് പറ്റില്ല, ഈ പണി എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ പോലീസിൽ ഒരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു RSS ഫാക്ഷൻ ഉണ്ട്, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, സർക്കാരിന് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് തുറന്നു പറയുക. അതല്ലെങ്കിൽ ഈ മാതിരി ന്യായീകരണം നടത്താതിരിക്കുക. ഏത് UAPA ചാർത്തണം എന്ന് പറയുന്നവർ UAPA അനുകൂലിക്കുന്നത് ആരെ ഉദ്ദേശിച്ചാണെന്നുള്ള പിണറായി വിജയൻ വിശദീകരിക്കണം. അത് പ്രതിപക്ഷത്തെ ഉദ്ദേശമല്ല. പ്രതിപക്ഷം ഒരിക്കലും UAPAക്ക് എതിരല്ല, കോൺഗ്രസ് കൊണ്ടുവന്ന നയമാണത്. എങ്കിൽ പിന്നെ അത് ആരെ ഉദ്ദേശിച്ചാണ് പിണറായി വിജയൻ പറഞ്ഞത്, തന്നെ ഉദ്ദേശിച്ചാണോ എന്നുള്ളത് അദ്ദേഹം പറയണം. എന്തായാലും പോലീസ് ഭരണവുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുന്നുണ്ട് ഈ സംഭവം എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.